ഹായ് 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 അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയിട്ടാട്ടോ മാഷ് എത്തിയിട്ടുള്ളത്. അതായത് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് ഒഴിവാക്കി വിടാം, ഏതൊക്കെ പാഠങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്, ഏതൊക്കെ പാഠങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ മാഷ് ഇന്ന് പെട്ടെന്ന് ഓടി വന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പാഠങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി വിടാം, ഇതിൻ്റെ ഒക്കെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ എക്സാമിന് ആകെ 6 ആക്ടിവിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. 4ാം ക്ലാസ്സിലെ മാത്സിൽ നിന്ന് ആകെ 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അങ്ങനെ മാത്സിൽ നിന്നുള്ള ആകെയുള്ള 6 ആക്ടിവിറ്റീസിൽ വെറും 5 ആക്ടിവിറ്റീസിന് നിങ്ങൾ ഉത്തരം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പലർക്കുള്ള ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് 6ഉം അറിയാം, അപ്പം എനിക്ക് 6നും ഉത്തരം എഴുതി കൂടെ? 6നും ഉത്തരം എഴുതാം. നിങ്ങൾ 6 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. കാരണം നിങ്ങൾ 6 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാർക്ക്, ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം തെറ്റിപ്പോയാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കൂല. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ 5 ആക്ടിവിറ്റീസ് ആയിരിക്കും ടീച്ചർ നോക്കുക. നിങ്ങൾ 6 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ 6ൻ്റെ മാർക്ക് ടീച്ചർ എഴുതി നോക്കും. എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആക്ടിവിറ്റീസ് ആണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരം അറിയെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടില്ല, എ ഗ്രേഡ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവിടെ കിട്ടുകയാണ്, ആകെയുള്ള 6 എണ്ണത്തിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആകെയുള്ള 6 എണ്ണവും ശരിയാക്കി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ശരിയായിട്ടുള്ള 5 എണ്ണമായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ മാത്രമേ ടീച്ചർ നോക്കുള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടാത്തത് എന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഈ 3 പാഠങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സ്, 4 അക്ക സംഖ്യകൾക്കൊപ്പം, വീൽ ഓഫ് ടൈം സമയചക്രം, ജോയിങ് തൗസൻഡ്സ് ആയിരങ്ങൾ ചേരുമ്പോൾ. ഈ 3 ചാപ്റ്ററുകളായിരുന്നു നമ്മൾ ഓണപരീക്ഷ ഉണ്ടായിരുന്നത് അല്ലേ. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അപ്പോൾ എക്സാമിന് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുക? നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ളായിരുന്ന ക്രിസ്മസ് എക്സാമും വരെ നമ്മൾ പഠിച്ചിരുന്ന ഈ 4 ചാപ്റ്ററുകൾ ഉണ്ടല്ലോ, മോർ ആൻഡ് ലെസ് കൂടുതലും കുറവും, ഡ്രോയിങ് ഷേപ്സ് രൂപങ്ങൾ വരയ്ക്കാം, ആഡിങ് വിത്തൗട്ട് ആഡിങ് കൂട്ടാതെ കൂട്ടാം, ഈക്വൽ ഷേപ്സ് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് തുല്യമായതും ബാക്കി വന്നതും. ഈ 4 പാഠങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ആകെ 6 ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 4ഓ 5ഓ ആക്ടിവിറ്റീസ് ഈ പാഠങ്ങളിൽ നിന്നാണ് ചോദിക്കുക. അപ്പോൾ ബാക്കി ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, ചിലപ്പോൾ മുഴുവൻ ആക്ടിവിറ്റീസും ഈ പാഠങ്ങളിൽ നിന്ന് ചോദിക്കും, ചിലപ്പോൾ 4ഓ 5ഓ. അപ്പോൾ ബാക്കി വരുന്ന 1ഓ 2ഓ ആക്ടിവിറ്റി മാത്രം ചിലപ്പോൾ മാത്രം ഈ പാഠങ്ങളിൽ നിന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ഈ പാഠങ്ങളായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീരെ കുറവായിരിക്കും. ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രം 2 ആക്ടിവിറ്റി, അല്ലെങ്കിൽ തീരെ ഉണ്ടായിരിക്കില്ല. ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക ഈ പാഠങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ പാഠങ്ങൾ പഠിച്ചാൽ പോരെ, ഈ പാഠങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത്. അതും ഈ 4 പാഠങ്ങളിൽ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ 3 പാഠങ്ങളാണ്. ഈ 3 പാഠങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ പാഠം നിങ്ങൾ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഈ പാഠങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്, ഇത് എന്തൊക്കെ ഉണ്ടാവാന്ന് ചെറുതായിട്ട് നോക്കി വെച്ചാൽ മതി. അതായത് ഇതും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങൾ അവിടെയും ഇവിടെയും ചോദിച്ചെന്നേ വരുള്ളൂ. അധിക ചോദ്യങ്ങളും ഈ പാഠങ്ങളിൽ നിന്നാണ്, ഈ 4 പാഠങ്ങളിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അതിൽ ഏറ്റവും കൂടുതൽ ഈ 3 പാഠങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ പാഠങ്ങളാണ് നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെ പാഠങ്ങൾ നമുക്ക് ഏകദേശം ഒഴിവാക്കി വിടാം, അതിൽ ചെറുതായിട്ട് നോക്കിയാൽ മതി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ നോക്കി പഠിക്കാമെന്നായിരിക്കും നമ്മൾ അടുത്ത ഡൗട്ട്. അതായത് ഇത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇനിയിപ്പോൾ കൃത്യമായിട്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ആ രൂപത്തിൽ തന്നെ പഠിക്കണ്ടേ. അപ്പോൾ അത് എവിടെയാണ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുക? നിങ്ങൾക്കറിയാം, നമ്മുടെ എജുബോർഡിൽ ഉണ്ടാവും അല്ലേ. എജുബോർഡിൽ കൃത്യമായിട്ട് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫുള്ള് പറഞ്ഞു തന്നുകൊണ്ട്. അതായത് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക അല്ലേ. 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതിയെങ്കിലും 6 എണ്ണത്തിന് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അതായത് എജുബോർഡ് എന്താണ് പറഞ്ഞിരുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ ലൈവുകളായിരിക്കും ഉണ്ടാവുക. ഈ ലൈവുകളൊക്കെ കൃത്യമായിട്ട് വൈകുന്നേരം കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എക്സാമിന് എല്ലാ ആക്ടിവിറ്റീസിനും ഉത്തരം എഴുതാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ ക്രിസ്മസ് എക്സാം മാത്രമല്ല, LSS എക്സാമിനും നിങ്ങൾക്ക് ഫുൾ ഗ്രേഡ് മേടിക്കാം. അപ്പോൾ ഇനി ക്ലാസ്സുകളൊന്നും മിസ്സാക്കണ്ട കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് എജുബോർഡിലുള്ള എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് കാണാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ ഗ്രേഡ് ഉറപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ, ഞങ്ങൾക്ക് നോട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കി അത് എഴുതിയെടുത്ത് പഠിക്കാമല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അത് നോക്കിയിട്ട് പഠിക്കാമല്ലോ, കാരണം അതാണ് കൂടുതൽ എളുപ്പം അല്ലെ. ക്ലാസ് കേട്ടതിന് ശേഷം നോട്ടുകൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കുറച്ചുകൂടെ നിൽക്കും. അപ്പോൾ നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് എവിടുന്നാണ് കിട്ടുക? LSS ആയിട്ട് ബന്ധപ്പെട്ട നോട്ടുകളും അതിൻ്റെ എക്സാമൊക്കെ എവിടെ നടക്കുക? അതും ഫ്രീ ആയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നടക്കും.
അതുപോലെ തന്നെ ലൈവുകളും വീഡിയോസൊക്കെ നേരത്തെ തന്നെ അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യുക അല്ലേ? വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജോയിൻ ഫോർ നോട്ട് വേണ്ട ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കമൻറ്റ് സെക്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എല്ലാവരും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ ലിങ്കുകളൊക്കെ എനിക്ക് അവിടെ ഷെയർ ചെയ്ത് തരും. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. നമുക്ക് എന്തായാലും ഈ ക്രിസ്മസ് എക്സാമിന് LS ഫുൾ ഗ്രേഡ് ഉറപ്പിക്കാം കേട്ടോ. നമുക്കിനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.